നമസ്കാരം. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 300-ലധികം പേർ മരിച്ച, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ കലാപത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്ര ഷിബിർ അഥവാ ICS ആണ്. ഈ സംഘടനയ്ക്ക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ പിന്തുണയുമുണ്ട്. നൂറുൽ ഇസ്ലാം, ബുൾബുൽ മുഹമ്മദ്, നജറുൽ ഇസ്ലാം, കമാൽ അഹമ്മദ്, സിഗ്ദർ എന്നിവരാണ് ഈ സംഘടനയുടെ പ്രധാന നേതാക്കൾ. ബംഗ്ലാദേശ് ഭരണം അസ്ഥിരപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വളരെ വലിയ ആസൂത്രണമാണ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് നടത്തിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ നിരവധി ഇസ്ലാമി ഛത്ര ഷിബിർ കേഡറുകൾ ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ പ്രവേശനം നേടി. പരമാവധി ആക്റ്റീവ് കേഡർമാരെ ക്യാമ്പസുകളിൽ എത്തിച്ചതോടെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനും പരമാവധി വിദ്യാർത്ഥികളെ കൂടെ നിർത്താനുമുള്ള പ്രവർത്തനം ആരംഭിച്ചു. നിലവിലെ കലാപത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചതും അതിനുള്ള പ്രേരണ നൽകിയതും ഈ ട്രെയിൻഡ് കേഡർമാരായിരുന്നു. സർക്കാർ ജോലികൾക്കുള്ള വിവാദ ക്വാട്ട സമ്പ്രദായം ഇവർക്ക് കിട്ടിയ സുവർണാവസരമായി. ഇതിന്റെ പേരിൽ കഴിഞ്ഞ 2 മാസമായി തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർ ആരാണെന്ന് നോക്കുക. അത് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു. ധാക്ക യൂണിവേഴ്സിറ്റി, ചിറ്റഗോങ് യൂണിവേഴ്സിറ്റി, ജഹാംഗീർ യൂണിവേഴ്സിറ്റി, സിൽഹറ്റ് യൂണിവേഴ്സിറ്റി, രാജ്ഷാഹി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് കലാപം നടത്തിയത്. ഈ യൂണിവേഴ്സിറ്റികളാണ് ഇസ്ലാമി ഛത്ര ഷിബിറിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഇവിടങ്ങളിലെ സർവകലാശാല തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇസ്ലാമി ഛത്ര ഷിബിറിന്റെ പിന്തുണയോടെയാണ് വിജയിച്ചത്. അത്രയധികം സ്വാധീനം ഈ കാലഘട്ടം കൊണ്ട് അവർ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് പുറമെ മദ്രസകളുടെ പ്രവർത്തനങ്ങളിലും ഇവർ പങ്കാളികളാണ്. മതം, രാഷ്ട്രീയം എന്നിവയെ കൃത്യമായ നിലയിൽ കൂട്ടിക്കലർത്തി ഉപയോഗിക്കുക എന്നതായിരുന്നു ഇവരുടെ തന്ത്രം. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായി ഇസ്ലാമി ഛത്ര ഷിബിറിന്റെ നേതാക്കൾക്ക് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. സംഘടനയുടെ നിരവധി കേഡർമാരും പാകിസ്ഥാനിലേക്ക് പോയി പരിശീലനം നേടിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന തുടർച്ചയായി 4ാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് ഈ വർഷം ശക്തി പ്രാപിച്ച ഇന്ത്യ ഔട്ട് എന്ന പ്രചരണം ഇസ്ലാമി ഛത്ര ഷിബിർ ആരംഭിച്ചു. മാലദ്വീപിന് സമാനമായ ഒരു പ്രതിഷേധം രൂപപ്പെടുത്തിയെടുത്ത് അത്തരമൊരു പ്രചാരണത്തിലേക്ക് നയിക്കുക എന്നതിന്റെ മുഴുവൻ ഗൂഢാലോചനയും പാകിസ്ഥാന്റെയും ISIയുടെയുമായിരുന്നു. ബംഗ്ലാദേശിൽ അത് കൃത്യമായി നടപ്പിൽ വരുത്തുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. സോഷ്യൽ മീഡിയയാണ് വിദ്യാർത്ഥി സമരത്തിന്റെ പ്രചരണത്തിനായി ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ വ്യാജ DPകൾ ഉപയോഗിച്ച് ISI അംഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കലാപത്തിന് ഇന്ധനം പകരുകയായിരുന്നു. ഇസ്ലാമി ഛത്ര ഷിബിറിലെ വിദ്യാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ ISI തങ്ങളുടെ ടൂളായി ഉപയോഗിച്ചു. പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ബംഗ്ലാദേശിൽ എവിടെയും കുട്ടികളെ ഉപയോഗിച്ച് കലാപം നടത്താൻ തക്കവണ്ണം ഒരു സംവിധാനമായിരുന്നു അത്. നേരത്തെ മുതൽ പാർട്ടിക്ക് മേൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും യോഗങ്ങളും റാലികളും പോലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുമതി ലഭിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗവും പ്രതിഷേധങ്ങളെ മുതലെടുക്കുകയും അക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് ഈ കലാപം നടക്കുന്നതിനിടെ തന്നെ ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഈ പാർട്ടി നിരോധിച്ചത്. ബംഗ്ലാദേശിനകത്ത് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുക മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരെയും ഇവർ കൃത്യമായ ഗൂഢാലോചനയും അക്രമ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. സമീപ വർഷങ്ങളിൽ ഇന്ത്യയിൽ അറസ്റ്റിലായ JMB അംഗങ്ങളിൽ ഭൂരിഭാഗവും ഇസ്ലാമി ഛത്ര ഷിബിറിന്റെ കേഡർമാരാണ്. അതുകൊണ്ടുകൂടി തന്നെ നിലവിലെ ബംഗ്ലാദേശിലെ സാഹചര്യം ഇന്ത്യയും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇനി ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ ചരിത്രം കൂടി പരിശോധിക്കാം. 1975 സ്ഥാപിതമായ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് രാജ്യത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പാർട്ടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ആശയങ്ങൾ നമ്മുടെ ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദിയുടെ തന്നെ. മുൻപ് BNPയുമായി സഖ്യമുണ്ടാക്കിയിരുന്നെങ്കിലും 2013 ദേശീയ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരുന്നു. മതേതരത്തെ എതിർത്തുകൊണ്ടുള്ള പാർട്ടിയുടെ ഭരണഘടന ദേശീയ ഭരണഘടനയ്ക്ക് എന്നത് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പിൽ നിന്നും ഇവരെ ബാൻ ചെയ്തത്. ഇനി പാർട്ടി വെബ്സൈറ്റ് നോക്കുക. അവിടെ നമുക്ക് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം.
ബംഗ്ലാദേശിനെ ഒരു ഇസ്ലാമിക ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അള്ളാഹു നിശ്ചയിച്ചതും മുഹമ്മദ് നബി കാണിച്ചു തന്നതുമായ ഇസ്ലാമിക ജീവിതചട്ടം നടപ്പിലാക്കാൻ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ തുടക്കം മുതൽ പ്രവർത്തിക്കുന്നു. തദ്ഫലമായി അള്ളാഹുവിന്റെ പ്രീതിയും പരലോകത്ത് രക്ഷയും കൈവരിക്കുന്നു. ഇങ്ങനെയാണ് പാർട്ടി വെബ്സൈറ്റിൽ പറയുന്നതിന്റെ ഒരു മലയാളം തർജിമ. മതവും രാഷ്ട്രീയവും കൂടിക്കലർന്ന അശാന്തിയിലേക്ക് ബംഗ്ലാദേശ് വീണിരിക്കുന്നു എന്ന് വേണം പറയാൻ. വരും ദിനങ്ങളിൽ നമ്മുടെ അയൽക്കാരന്റെ അവസ്ഥ എന്താകുമെന്ന് കാണാം. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തുന്നവരെ പടിക്ക് പുറത്ത് നിർത്തണം എന്നുകൂടി ബംഗ്ലാദേശ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.